ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അന്താരാഷ്ട്ര ശിശുദിനത്തെക്കുറിച്ചാണ് പറയുന്നത്. നവംബർ 20-നാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ആഗോള ശിശുദിനം ആചരിക്കുന്നത്. 1959 മുതലാണ് UN ജനറൽ അസംബ്ലി കുട്ടികളുടെ അവകാശ പ്രഖ്യാപന ദിനത്തിൻ്റെ സ്മരണയ്ക്കായി വർഷം തോറും നവംബർ 20 ലോക ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. കുട്ടികളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് ആഗോളതലത്തിൽ ഈ ദിനം ആഘോഷിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിന് അവബോധം വളർത്തുകയും ചെയ്യുന്നു. വിവിധ രാജ്യങ്ങൾ വ്യത്യസ്ത തീയതികളിലാണ് ശിശുദിനം ആഘോഷിക്കുന്നതെങ്കിലും അന്താരാഷ്ട്ര ശിശുദിനം നവംബർ 20-നാണ്. ഇനി ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ ദിവസം ആഘോഷിക്കുന്നതെന്ന് നോക്കാം. തായ്ലാൻഡ് ജനുവരി 9, മ്യാൻമാർ ഫെബ്രുവരി 13, ന്യൂസിലാൻഡ് മാർച്ച് 6, ചൈന ഏപ്രിൽ 4, ടർക്കി ഏപ്രിൽ 23, മെക്സിക്കോ ഏപ്രിൽ 30, സ്പെയിൻ മെയ് 8, നൈജീരിയ മെയ് 27, ഇന്തോനേഷ്യ ജൂലൈ 3, അർജൻറ്റീന ഓഗസ്റ്റ് 21. യുണൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ എല്ലാ വർഷവും ജൂണിലെ സെക്കൻഡ് സൺഡേ ശിശുദിനമായി ആഘോഷിക്കാറുണ്ട്. ഇത് 1856 മുതൽ തുടർന്നു പോകുന്നു. ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത് നവംബർ 14-നാണ്. 1954 ഡിസംബർ 14 UN ജനറൽ അസംബ്ലി ലോകമെമ്പാടുമുള്ള കുട്ടികൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ദിനമായി ശിശുദിനം ആചരിക്കാൻ എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു. കുട്ടികളുടെ ക്ഷേമത്തിനായുള്ള UNൻ്റെ ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ ദിനം ആചരിക്കാനാണ് മറ്റ് രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചത്. 1959 കുട്ടികളുടെ അവകാശ പ്രഖ്യാപനവും 1989 നവംബർ 20 കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച കൺവെൻഷനും UN സംഘടിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നവംബർ 20 ലോക ശിശുദിനം ആചരിക്കാൻ തിരഞ്ഞെടുത്തത്. ശിശുദിനം കുട്ടികൾക്കൊപ്പം ആഘോഷിക്കാനുള്ള ആചരണം മാത്രമല്ല, ലോകമെമ്പാടും ദുരുപയോഗം, ചൂഷണം, വിവേചനം എന്നിങ്ങനെ ആക്രമണം അനുഭവിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് കൂടിയാണ് ഇങ്ങനെയൊരു ദിനാചരണം നടത്തുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുക കൂടിയാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഭവനരഹിതരാകുക, അല്ലെങ്കിൽ മതമോ ന്യൂനപക്ഷ പ്രശ്നങ്ങളോ അനുഭവിക്കേണ്ടി വരിക, വൈകല്യങ്ങൾ കാരണമുള്ള മാറ്റിനിർത്തലുകൾ, ഇത്തരത്തിലുള്ള നിരവധി കാരണങ്ങളാൽ നിരവധി കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുകയും തൊഴിൽ ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ 5 മുതൽ 14 വരെയുള്ള കുട്ടികൾ അടിമത്തം, വേശ്യാവൃത്തി എന്നിവയുൾപ്പെടെ വിവിധ തരത്തിലുള്ള ബാലവേലകൾക്കും ചൂഷണങ്ങൾക്കും നിർബന്ധിതരാകാറുണ്ട്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 1999 ബാലവേല നിരോധിച്ചിരുന്നു. ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ശിശുദിനത്തെക്കുറിച്ചാണ്. അത് അടുത്ത വീഡിയോയിലാണ് ഇന്ത്യയിലെ ശിശുദിനത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. Thank you for watching my YouTube channel.